കുറച്ച് ഓഫ് റോഡ് ആയിട്ട്, അതായത് നമ്മൾ ആ ഒരു പാസ് കാണിച്ചില്ലേ, അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു 3 കിലോമീറ്റർ ആകുമ്പോഴേക്കും നമുക്ക് ഓഫ് റോഡ് കിട്ടി. റോഡൊക്കെ ആകെ ഇടിഞ്ഞ് കിടക്കുകയാണ്. ഈ ഒരു സൈഡിലൊക്കെ ഫുള്ള് കല്ലുകളാണ്. തിരിച്ചങ്ങോട്ട് പിടുത്തം കാര്യങ്ങളൊന്നുമില്ല. കുറച്ച് റിസ്ക് പിടിച്ചിട്ടുള്ള റോഡാണ്. അവിടെ എന്തോ ഒരു ചെറിയൊരു പാലത്തിൻ്റെ പണി നടക്കണമെന്നുണ്ടെന്ന് തോന്നുന്നു. ഇതിന് മുകളിൽ നിന്നുള്ള ലുക്ക് ഒരു രക്ഷയില്ല കേട്ടോ. ഒരു വ്യൂ എന്ന് പറയണത് നമുക്ക് അപ്പുറത്തെ സൈഡിലായിട്ട് പർവ്വതങ്ങളുടെ മുകളിൽ നിറച്ച് ഐസൊക്കെ കാണാനുണ്ട്. പിന്നെ ലൈലും നല്ല തരത്തിൽ ഇപ്പോൾ മഞ്ഞ് വീഴുന്നുണ്ടെന്നാണ് പറയണത്. വെള്ളം കെട്ടി കിടക്കണമെന്ന് തോന്നുന്നു. ഇവിടുത്തെ പണിക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്ന വെള്ളത്തിൻ്റെ ബാക്കി വെള്ളം അവിടെ കെട്ടി കിടക്കണമെന്ന് തോന്നുന്നു. ഏകദേശം ഒരു 1/2 കിലോമീറ്റർ കഴിയുമ്പോഴേക്കും നമുക്ക് നല്ല റോഡ് കിട്ടിട്ടോ. വീണ്ടും നല്ല റോഡ് കിട്ടി. ഇവിടെ വന്നിട്ട് ഫസ്റ്റ് ടൈമാണ് ഒരു 3-4 കിളികളെ കാണുന്നത് ആകാശത്തൂടെ പറന്ന് നടക്കണം. വേറൊരൊറ്റ ജീവികളെ നമ്മൾ കണ്ടിട്ടില്ല. നമുക്ക് ചെറിയൊരു വാട്ടർ ക്രോസിങ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഫസ്റ്റത്തേന്ന് തോന്നുന്നു. സൈലൻസറിൻ്റെ അടിഭാഗം നല്ലപോലെ അറിയുന്നുണ്ട്. വലിയ സീനൊന്നും വലിയ ചെറുതാണ്. പനി നീല കളറിട്ട് കുളത്തിലത്തെ വെള്ളം നമുക്കിവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അടിഭാഗം ഫുള്ള് കാണാം. പുളി. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയിൽ മരങ്ങളോ പുല്ലോളോ ഒന്നുമില്ല കേട്ടോ. ഈ ചോന്ന കളറിൽ റോഡ് സൈഡിൽ കാണുന്ന എന്തോ തരത്തിലുള്ളൊരു ചെടി മാത്രമാണ് കാണാനുള്ളത്. ഇനി അങ്ങോട്ട് ഓക്സിജൻ കുറവായിരിക്കും മരങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി അധികം സംസാരിക്കാനൊന്നും പറ്റില്ല. എവിടെ നിന്നാണോ ഓക്സിജൻ്റെ ആ ഒരു ലെവൽ സെറ്റ് ആവണമെന്ന് വെച്ചാൽ അവിടെ നിന്നാണ് വ്ളോഗ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിനിടയിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ കാഴ്ചകളുണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് കാണിക്കാം. ഇവിടെ സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓവറായിട്ട് നമ്മൾ ശ്വാസം എടുക്കേണ്ടി വരും. അത് കുറച്ച് സീനാണ്. ഇവിടെ വലിയ തരത്തിൽ വാട്ടർ ക്രോസിംഗ് ഒന്നുമില്ല, ചെറുതായിട്ട്. ചില സ്ഥലങ്ങളിലെ റോഡിൻ്റെ അവസ്ഥ ഇതേപോലെയാണ്. കയറി ഇപ്പുറത്തെ സൈഡിലൊക്കെ ഐസ് വെള്ളമാണ് കേട്ടോ ഒഴുകിക്കൊണ്ടിരിക്കണത്. ഭയങ്കര തണുത്ത വെള്ളമാണ്. നമുക്കിവിടെ എത്തുമ്പോൾ തന്നെ അത് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾക്ക് നല്ല തരത്തിൽ ഫോഗ് കയറും. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നിറച്ച് കരിങ്കല്ല് നിറഞ്ഞിട്ടുള്ള റോട്ടിൽ കൂടിയാണ്. അതായത് 2 സൈഡിലും നിറച്ച് കരിങ്കല്ലാണ്. ആ സൈഡിലായിട്ട് നമുക്ക് ഹിമാലയം നല്ല ക്ലിയർ ആയിട്ട് കാണാനുണ്ട്. ഇപ്പുറത്തെ സൈഡിൽ ഒരു നദിയൊക്കെ ഉണ്ട്, പക്ഷെ അത് ഐസായിപ്പോയി, ഒഴുകണില്ല. അതവിടെ ഐസായിട്ട് നിൽക്കുകയാണ്. വല്ലാത്തൊരു റൂട്ട് കൂടെയാണ് ഇപ്പോൾ പോകണത്. അതിഭീകരമായി തോന്നിക്കുന്ന തരത്തിലുള്ള സൗന്ദര്യം എന്നൊക്കെ പറയില്ലേ, അതേപോലെയാണ് കേട്ടോ ഈ ഒരു റോഡിൻ്റെ അവസ്ഥ. കരിങ്കല്ലും ടൈല് പോലെയാണ് കരിങ്കല്ലുകളിലൂടെ കിടക്കണത്. അത്തരത്തിൽ ചുറ്റും വേറെ ഒന്നുമില്ല. ഞങ്ങൾക്കിപ്പോൾ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും വേറെ ഒന്നും കാണാനില്ല. ഈ കല്ലും ഇതേപോലെ മരുഭൂമി പോലെ നേരെ മുകളിലേക്കുള്ള മലയും, പിന്നെ ചിലയിടങ്ങളിലൊക്കെ മുകളിലായിട്ട് ഐസും കാണാനുണ്ട്. വല്ലാത്തൊരു ഭീകരമായിട്ടുള്ള ഒരു വഴി കൂടിയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പട്ടാളക്കാരുടെ വണ്ടികൾ ഒരുപാട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. സത്യത്തിൽ ഇവരുടെ കാര്യം ഭയങ്കര കഷ്ടമാണ്. ഞാൻ ഇടയ്ക്ക് ആലോചിക്കാറുണ്ട് അവസ്ഥ. നമുക്കിപ്പോൾ ഒരു നിസാറിയൊരു സമയം ഇതിലെ പാസ് ചെയ്യുമ്പോൾ ആകെ ടയേർഡായി വല്ലാത്തൊരവസ്ഥയിലെത്തിയപ്പോൾ ഇവരുടെയൊക്കെ ഒന്ന് ആരോഗ്യസ്ഥിതി ആലോചിക്കുക. മാനസികാവസ്ഥയും ആരോഗ്യസ്ഥിതിയും. സമയം ഇപ്പോൾ ഏകദേശം 10:43 ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ മണാലിയിൽ നിന്ന് ഏകദേശം 200 കിലോമീറ്ററോളം മുകളിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെയൊക്കെ ശരിക്കും ഐസായിരുന്നു. ഇപ്പോൾ എല്ലാം ഉരുകി തീർന്നു. ഇപ്പോൾ പല സ്ഥലങ്ങളിലും നമ്മൾ ഐസ് റോഡ് സൈഡിൽ കണ്ടു, പക്ഷെ നമ്മളവിടെ നിന്ന് ഇറങ്ങിയില്ല. കാരണം എന്താ വെച്ചാൽ നല്ല തണവുണ്ട് ഇവിടെ. സൂര്യപ്രകാശം ഉണ്ടെങ്കിൽ കൂടെ വിറച്ചുകൊണ്ടിരിക്കുകയാണ്. സൗണ്ടൊക്കെ നല്ല തരത്തിൽ തന്നെ മാറി. വണ്ടി നിർത്തി കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് തോന്നി. പിന്നെ നമുക്ക് ഏകദേശം ഇനി 200-250 കിലോമീറ്ററിന് മേലെ ഇനി കവർ ചെയ്യേണ്ടതുകൊണ്ട് ഇപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല.
വണ്ടി വെച്ച് അങ്ങോട്ട് പിടിച്ചു. വലിയ കുഴപ്പമില്ലാത്ത റോഡ് എന്ന് പറയാൻ പറ്റുള്ളൂ. അതായത് ഇപ്പോൾ നല്ല റോഡും ഇടയ്ക്ക് ഇങ്ങനത്തെ കുറച്ച് ഓഫ് റോഡും. ഇവിടുത്തെ ഐസൊക്കെ ഒരുക്കി ഒരു ജാതി മരുഭൂമി പോലത്തെ സ്ഥലത്ത് കൂടെയാണ് നമ്മളിവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. മാക്സിമം ഒരു ഓരോ മണിക്കൂർ ഗ്യാപ്പിൽ നല്ല പോലെ വെള്ളം കുടിക്കുക, നല്ല പോലെ മൂത്രമൊഴിക്കുക കേട്ടോ. അതിലൊന്നും ഒരു മടിയും കാണിക്കരുത്. മൂത്രമൊഴിക്കുക മുട്ടി അപ്പം തന്നെ ഇറങ്ങുക, മൂത്രമൊഴിക്കുക, വെള്ളം കുടിക്കുക. പിന്നെ ഒരു വെളുത്തുള്ളി ചതച്ച് കയ്യിൽ കരുതുന്നത് നല്ലതായിരിക്കും. ഇവിടെ ഓക്സിജൻ നല്ല സീനാണ്, പെട്ടെന്നായിരിക്കും നമുക്ക് പണി കിട്ടുക. പിന്നെ ഓക്സിജൻ സിലിണ്ടർ ആവശ്യമുണ്ടെങ്കിൽ മാത്രം വാങ്ങിച്ചാൽ മതി. നമുക്ക് ഇതേവരെ സീനൊന്നും ആയിട്ടില്ല. ഇനി ഏകദേശം 250 കിലോമീറ്ററും കൂടി ഉണ്ട് ഇവിടുന്ന് ലേയിലേക്ക്. 280. ഇതെന്താണെന്നറിയില്ല, കല്ലോള് കൂട്ടി വെച്ചിട്ട് എന്തൊക്കെയോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ നേരെ മുമ്പിൽ എന്താ പറയുക, അപ്പോൾ ചുവന്ന കളറിലാണ് ഈ ചെറിയ ചെറിയ കുന്നുകൾ. കട്ട് ഓഫ് റോഡിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഡോമിനാർ ഒരു രക്ഷയില്ല ഗൈസ്, പൊളിച്ച്. ഇതൊരു വലിയൊരു റിവർ ക്രൂസാണ്, വാട്ടർ ക്രൂസാണ്. പക്ഷെ ഇപ്പോൾ വെള്ളമില്ല, അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ട്. അല്ലെങ്കിൽ നമ്മൾ ശരിക്ക് കുറച്ച് പണി പെട്ടായിരുന്നു. ഈ വാട്ടർ ക്രൂസ് എന്ന് പറയുമ്പോൾ നല്ല തണുത്ത ഫ്രീസറിലിരിക്കണ പോലത്തെ വെള്ളമാണ് വരാം. ചിലപ്പോൾ നമ്മുടെ കാല് ഫുള്ളായിട്ട് മരവിക്കും. വിരലുകൾക്കൊക്കെ പണി കിട്ടും. വിരൽ ചിലപ്പോൾ മുറിച്ച് കളയേണ്ടി തന്നെ വരും. അത്രയും ഡേഞ്ചറാണ് ഈ ഒരു വാട്ടർ ക്രൂസിങ് എന്ന് പറയുന്നത്. നമുക്കെന്തെങ്കിലും ആകെ 1-2 ചെറിയ വാട്ടർ ക്രൂസിങ് മാത്രമാണ് കിട്ടിയത്, അതുകൊണ്ട് രക്ഷപ്പെട്ട്. രക്ഷയില്ല ഗൈസ്. ഉരുളങ്കല്ലുകളെ തന്നെ നമ്മുടെ ഹാൻഡിൽമേക്കാണ് നമുക്ക് ഫുൾ ലോഡ് കൊടുക്കേണ്ടി വരുന്നത്. കൈയൊക്കെ നല്ല പെയിൻ എടുക്കുന്നുണ്ട്. ഇതെന്തോ ഇവിടെ ഫുള്ള് വെള്ളമാവാനാണ് സാധ്യത. ഇപ്പം സീസൺ ഔട്ടായി തുടങ്ങിയോണ്ടാവും ചിലപ്പോൾ പറ്റി കിടക്കണത്. ഡൊമിനാർ ഒരു രക്ഷയില്ല, ഇഷ്ടമായി. നമ്മളവിടെ ചായ കുടിക്കാൻ നിർത്തിയായിരുന്നു. അപ്പോൾ അതിന് ശേഷം ഫുള്ള് ഇങ്ങനത്തെ റോഡുകളൊക്കെയാണ്. ടയർ നല്ല രീതിയിൽ തന്നെ തിന്നുന്നുണ്ട്. ഏകദേശം ഒരു 40 കിലോമീറ്ററോടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ണടച്ചോടിക്കാം, അത്ര നല്ല റോഡാണെന്നാണ് പറയണത്. പക്ഷെ അതുവരെ ഇതേപോലത്തെ കുഴപ്പം പിടിച്ച റോഡുകളാണ്. ഇതിപ്പോൾ നിറച്ച് മണ്ണാണ്. ഒരു വണ്ടി പോയി കഴിഞ്ഞാൽ പൊടിക്കാറ്റ്, പിന്നെ നമ്മുടെ ടയർ തിന്നും. ഇപ്പോൾ ഈ 2 പ്രശ്നങ്ങളാണ് റോട്ടിൽ കൂടെ പോകുമ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സർച്ചൂലിക്ക് ഇനി 15 കിലോമീറ്റർ. ഇവിടെ നിന്ന് അങ്ങോട്ട് നല്ല റോഡാവുമെന്നാണ് എല്ലാവരും പറഞ്ഞത്. എൻ്റെ പൊന്നെ, പണിപുറ്റം കഴിഞ്ഞ നടുവിൻ്റെ. അവിടെ നമ്മുടെ ടീം മെമ്പേഴ്സിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് അടിയിൽ. ഇത്രയും പേരുണ്ട് കേട്ടോ. എത്ര നേരം സ്പ്ലിറ്റായിട്ട് എത്ര പേര് ഉണ്ട് നമ്മുടെ ഇപ്പോഴത്തെ എല്ലാ റൈഡിൽ. അങ്ങനെ നമ്മൾ അടിയിലെത്തിട്ടോ. ഇനി അടുത്ത കയറ്റം കയറണം. വെള്ളത്തിൻ്റെ കളർ കണ്ടോ, പ്യുവർ വാട്ടറാണ്. പക്ഷെ നമുക്കത് കുടിക്കണം എന്നൊക്കെ ഉണ്ട്. ഭയങ്കര തണുപ്പ്, ഫ്രീസറിൽ വെച്ച വെള്ളം പോലെ. അതുകൊണ്ട് കുടിക്കാൻ പറ്റില്ല, സീനോ കൈയൊക്കെ മരവിച്ച് പോവും. പുളി വൈബ് പ്ലേസ് തന്നെ, പക്ഷെ സീനാണ്, ടോട്ടലി സീനാണ്. എന്തൊക്കെയോ സീനുണ്ട്. ഇപ്പോൾ ആ ഒരു ഓഫ് റോഡിന് ശേഷം വളരെ നല്ല റോഡിൽ കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വണ്ടി ഇപ്പോഴാണ് ഒരു 80-ന് മേലെ നമുക്ക് ഓടിക്കാൻ പറ്റുന്നത്. ഈ ഒരു സൈഡിലത്തെ മലകളൊക്കെ കണ്ട എന്തോ വരച്ച് വെച്ച പോലെയാണ്. ഇതിനടിയിലേക്ക് ഒരു വലിയൊരു പുഴയോ എന്തോ മറ്റുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ അതിൽ വെള്ളമല്ലേ, വെള്ളം വറ്റി കിടക്കാണ്. വല്ലാത്തൊരു സ്ഥലത്ത് കൂടെ. മരുഭൂമിയാണോന്ന് വെച്ചാൽ മരുഭൂമിയാണ്, എന്നുവെച്ചാൽ വേറെ എന്തൊരു തരത്തിലുള്ള ഒരു ഫീലിങ്. ചൂടില്ല, ഫുള്ള് തണുപ്പ്. അങ്ങനെ നമ്മൾ സർച്ച് എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് ഏകദേശം 248 കിലോമീറ്ററോളം ഉണ്ട് നമ്മുടെ ലേയിലേക്ക്. 2 ലോറികളുടെ ഇടയിൽ നമ്മൾ വിട്ടു. പിന്നെ നിങ്ങളെ മണാലിയിൽ നിന്ന് വരുന്ന ടീംസ് വെച്ചാൽ പരമാവധി കിലോങ്ങിൽ റൂം എടുത്ത് സ്റ്റേ അടിക്കാൻ ശ്രമിക്കുക കേട്ടോ. ഡയറക്റ്റ് സർച്ച് പിടിക്കാണ്ടിരിക്കുക. അങ്ങനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല തരത്തിലുള്ള ശാരീരിക പ്രശ്നങ്ങളുണ്ടാവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ചിലപ്പോൾ നിങ്ങളുടെ ജീവന് വരെ പണി കിട്ടിയെന്ന് വരും. മാക്സിമം കിലോങ്ങിൽ റൂം എടുക്കുക. എന്നിട്ട് അതിരാവിലെ നിങ്ങളുടെ റൈഡ് കണ്ടിന്യൂ ചെയ്യുമായിരിക്കും നല്ലത്.
സീനാണ് ഗായ്സ്. വലിയ സീനില്ലാണ്ട് കയറി. ഇതൊക്കെ റൂമാണെന്ന് തോന്നുന്നു, ബെഡ്റൂം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ലൈറ്റാണവർക്ക് ഇവിടെ സ്റ്റേ അടിച്ചിട്ട് റൈഡിങ് കണ്ടിന്യൂ. അപ്പം ഞാൻ ടൈഡൊക്കെ വാങ്ങിച്ചാൽ ഇവിടെ റെസ്റ്റ് എടുക്കാൻ തോന്നുന്നു. ഇത്രയും വീതിയുള്ളോട്ടെ ഈ ഒരു റോഡിന് നമുക്ക് നേരെ കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു റോഡ് പോണത് ഫുള്ള് നമുക്ക് അറ്റം വരെ കാണാം. മറ്റേന്ന് വെച്ചാൽ ഫുള്ളി പറഞ്ഞ ഹെയർ പിൻ വള പോലത്തെ വളവുകളാണ്. പക്ഷെ നമുക്ക് ഈ ഒരു റോഡിൻ്റെ അവസാനം വരെ ക്ലിയർ ആയിട്ട് കാണാനുണ്ട്. ഒരു മരുഭൂമി പോലത്തെ സ്ഥലത്ത് കൂടെ തന്നെയാണ് ഇപ്പോഴും നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഏതൊരു പുഴ വറ്റി വരണ്ട് കിടക്കുന്നുണ്ട് കേട്ടോ. അത് ഐസൊക്കെ ചിലപ്പോൾ ഉരുകി തീർന്നത് കൊണ്ടാവാം ഇതിൽ വെള്ളമില്ലാത്തത്. നല്ല വെള്ള മണൽത്തരികളാണ്. അതിൻ്റെ ഇടയിൽ ഗോലി ഒക്കെ ഇല്ലേ, ഗോലിക്കായ എന്നൊക്കെ പറയും ഞങ്ങളുടെ നാട്ടിൽ. അതിൻ്റെ കളറിൽ വെള്ളം, ഒരു മയിൽപ്പീലിയുടെ കളറിലാണ് ഇവിടുത്തെ വെള്ളം. ഇവിടെ നോക്കുമ്പോൾ പൊളി ലുക്കാണ് കാണാൻ. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ഒരു പുഴ. അതിൻ്റെ വെള്ളത്തിൻ്റെ കളർ കണ്ടോ, മീനുകളൊന്നും ഇല്ല എന്നുണ്ട് കേട്ടോ. കറക്റ്റായിട്ട് നമുക്ക് അടിഭാഗത്തെ കല്ലുകൾ വരെ ക്ലിയർ ആയിട്ട് കാണാം. പക്ക വേറെ ലെവൽ വൈബ് സ്ഥലം. നമുക്ക് ഇറങ്ങി ചെല്ലണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് 1 മണി കഴിഞ്ഞ് 1:30 എനിക്ക് തോന്നുന്നില്ല എന്നാൽ നമുക്ക് എടുക്കാൻ പറ്റുമെന്ന്. 249 കിലോമീറ്റർ ഉണ്ടായിരുന്നു അവിടെ നിന്ന്. മൂക്കടഞ്ഞു കേട്ടോ. പായ കൂടെയാണ് ഇപ്പോൾ ശ്വാസം വലിക്കണം ഫുള്ള്. നമ്മളിപ്പോൾ ആ പുഴയോട് ചേർന്നിട്ടാണ് ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിലിപ്പോൾ നിറച്ച് വെള്ളമായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു കാണാൻ. അതായത് നീലാകാശം, നീല എന്ന് വെച്ചാൽ നമ്മുടെ സാധാരണ ആകാശത്തിൻ്റെ കളറല്ല, ഇത് വല്ലാത്തൊരു നീല കളറാണ്. അതിൻ്റെ കൂടെ ഈ കളറിലൊരു പുഴയും കൂടി എനിക്കൊന്ന് ആലോചിച്ച് നോക്കിക്കുക. ഓ, ഇപ്പം നമ്മൾ പോണ വഴിയിൽ പല കളറിലുള്ള പൂക്കളും പുല്ലുകളൊക്കെയാണ് കേട്ടോ. കണ്ടോ, മഞ്ഞയാണോ ചുവപ്പയാണോ പച്ചയാണോ വെള്ളയാണോ എന്നൊന്നും മനസ്സിലാവില്ല. നിറച്ച് ഇത്തരത്തിലുള്ള പുല്ലുകളാണ് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ചുരത്തിൽ. മൊത്തം ഇതേപോലെ 21 ഹെയർ പിന്നോളുണ്ട് നട അവിടെ വിചാരിച്ചേക്കണത്. നമ്മളിപ്പോൾ ഏകദേശം ഒരു 7 കഴിഞ്ഞെന്ന് തോന്നുന്നു. മുകളിലേക്ക് പോകുന്തോറും ഓക്സിജൻ്റെ അളവ് കുറഞ്ഞു വരുന്നുണ്ട്. ഇവിടെ നിന്നുള്ളൊരു വ്യൂ കൂടെ കാണിച്ചിട്ട് നമുക്ക് നമ്മുടെ റൈഡ് കണ്ടിന്യൂ ചെയ്യാം. ഏതോ ഒരു അന്യഗ്രഹത്തിൽ ആരോ റോഡ് ടാർ ചെയ്ത അവസ്ഥ. പാങ്ക അങ്ങനെ എന്തോ ഒരു സ്ഥലമാണ് ഇനി വരാൻ പോണത്. ഇവിടെ നിന്ന് ഏകദേശം 40 കിലോമീറ്ററോളം ഉണ്ട്. ഇനി അടുത്ത സ്റ്റേ വരുന്നത് അവിടെയാണ്. അപ്പോൾ മാക്സിമം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ 2 സ്ഥലങ്ങളിലും സ്റ്റേ അടിക്കാണ്ടിരിക്കുക. കീലോങ് അല്ലെങ്കിൽ ജിസ്പേയിൽ സ്റ്റേ അടിച്ചിട്ട് അതിരാവിലെ ഏകദേശം 5:30 തന്നെ അത്യാവശ്യം സൂര്യപ്രകാശം കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങും. ആ ഒരു സമയത്ത് റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ പാകിലേക്ക് ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സ്ഥലത്ത് നിന്ന് 17 കിലോമീറ്ററോളം ഉണ്ട്. അവിടെ നിന്ന് ഏകദേശം ഒരു 180 കിലോമീറ്റർ, 180 കിലോമീറ്ററിന് അടുത്തുണ്ടെന്ന് തോന്നുന്നു ലേയിലേക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് എന്തായാലും പാകിൽ സ്റ്റേ അടിച്ചിട്ട് ലേയിലേക്ക് നാളെ രാവിലെ ആയിരിക്കും പോവുക. നമ്മുടെ കൂട്ടത്തിൽ ഒരാൾക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, പ്രശ്നമായി ഭയങ്കരമായിട്ട് തല കറങ്ങി വീണു, ടയേർഡായി എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ അവനെ കൊണ്ട് ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ അങ്ങോട്ട് പോയാൽ ശരിയാവില്ല. പിന്നെ നമുക്ക് അതിൻ്റെ തണവിനെ പ്രതിരോധിക്കണ ടൈപ്പ് ഡ്രസ്സും കാര്യങ്ങളൊന്നും നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. അതൊരു നൈസ് പണി കിട്ടിയ പോലെ. അത് അവിടെ നിന്ന് മണാലിയിൽ തന്നെ വാങ്ങിച്ച് കയ്യിൽ വയ്ക്കേണ്ട സാധനമായിരുന്നു. നമ്മൾ ഡയറക്റ്റ് ലേയിലേക്ക് പോകുമെന്ന് വിചാരിച്ച് ലേയിലെത്തി വാങ്ങാമെന്നൊക്കെ വിചാരിച്ച്. ഇതിപ്പോൾ ലേക്ക് ഇടയിൽ നമ്മുടെ 2ാമത്തെ സ്റ്റേ ആണ്. നമ്മൾ ഇന്നലെ രാത്രി സ്റ്റേ അടിച്ചു. ഇന്നിപ്പോൾ നമ്മൾ പകൽ സ്റ്റേ അടിച്ചിട്ടുണ്ടെങ്കിൽ നാളെ ഒരു ഉച്ചയോട് കൂടിയിട്ട് മാത്രമാണ് നമുക്ക് ലേയിലെത്താൻ പറ്റുള്ളൂ. അതും ഇവിടെ നേരത്തെ ഇറങ്ങാൻ പറ്റില്ല. ഇവിടെ നല്ല തരത്തിൽ തണുപ്പായതുകൊണ്ട് തന്നെ ഒരു 9 മണി സമയത്തൊക്കെയാണ് നമുക്കിവിടെ നിന്ന് റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് തോന്നുന്നത്. കറക്റ്റ് അറിയില്ല. ബാക്കിയുള്ള ആൾക്കാർ എങ്ങനെയാണോ പറയണതെന്ന് വെച്ചാൽ അതേപോലെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുള്ളൂ.
നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ.